ഞാനതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ഇന്നലെ ചേർന്നിരുന്നു. അപ്പം വിവിധ പ്രശ്നങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഈ വിഷയം ആ നിലയിൽ ഞങ്ങൾ ആലോചനയിൽ വന്നിട്ടില്ല. ഇത് ഈ കേസിൻ്റെയും അതുപോലുള്ള പ്രശ്നങ്ങളും എന്താണെന്നുള്ളത് പരിശോധിച്ച് ദേവസ്വം ബോർഡിൻ്റെയും ഇപ്പോൾ ഗവൺമെൻറ് ദേവസ്വം ബോർഡ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുക അങ്ങനെയല്ല ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനം. ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞങ്ങളുടെ നിലപാട്. അപ്പോൾ വിശ്വാസത്തെ ഹനിക്കുന്ന നിലയിലാണ് ഈ പാരഡി വന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കേണ്ടതാണ്. കാരണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരാണല്ലോ ഇപ്പോൾ BJP എടുത്തിട്ടുള്ള നിലപാട്. ഇപ്പോൾ കേരളത്തിൽ 19 സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് വിലക്കയിൽ ഏർപ്പെടുത്തിയില്ലേ? ഞങ്ങളതിനെതിരാണ്. 19 സിനിമയും പ്രദർശിപ്പിക്കുന്നതിനുള്ള അനുവാദം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. മുൻകൂട്ടി അനുവാദം വാങ്ങുന്ന കാര്യത്തിൽ എന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. ഇതൊന്നും അങ്ങനെയല്ലല്ലോ കൈകാര്യം ചെയ്യേണ്ടത്. ജനാധിപത്യപരമായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അപ്പോ സജി ഗോപിനാഥിനെ നിശ്ചയിച്ചതോ? സജി ഗോപിനാഥിനെ നിശ്ചയിച്ചത് ഗവർണർ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ടാണ്. അങ്ങനെ എടുക്കരുത് ഈ പ്രശ്നം. ഞാൻ പറയുന്നത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പോലെയും വളരെ ലളിതമായിട്ട് ഈ വിഷയങ്ങളൊന്നും കാണരുത്. കാരണം കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സർവകലാശാലകൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കാണേണ്ടത്. അങ്ങനെ സമൂഹത്തിന് ആകെ ഗുണം ചെയ്യേണ്ടുന്ന ഈ ഉന്നത സർവകലാശാലകൾ അത് ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ കാലത്തും സംഘർഷവും സംഘടനാത്മകവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ചില പ്രശ്നങ്ങൾ ചില സാഹചര്യത്തിൽ ഉയർന്നു വന്നു, രാഷ്ട്രീയമായ കാരണങ്ങളുണ്ടാവും. അത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണ്ടേ? അവസാനിപ്പിക്കുന്നതിന് സഹായകരമായ നിലപാടായിരിക്കണം. അത് ഏതെങ്കിലും ഒരു നയത്തിന് കീഴടങ്ങുക എന്നുള്ളതല്ല പ്രശ്നം. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സമ്പൂർണമായ വളർച്ചയാണ് ലക്ഷ്യം. അതിന് ഒന്നിച്ചു നീങ്ങേണ്ടതാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്ക്. എത്രയാണ് നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോയിട്ട് പഠിക്കേണ്ടി വരുന്നത്? അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മതിയായ പരിഗണന നൽകി തൊഴിലിന് സഹായകരമായ അന്തരീക്ഷം സൃഷ്ടിക്കണം, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. ഇപ്പോൾ കേരളത്തിലൊരു വൈജ്ഞാനിക മിഷൻ പ്രവർത്തിക്കുന്നുണ്ട് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ കേരളീയ സമൂഹത്തെ ഒരു വൈജ്ഞാനിക സമൂഹമായിട്ട് പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടുന്ന ഒരു പ്രശ്നമാണത്. പിന്നെ ഈ നൈപുണ്യ വികസനത്തിൽ അതും ഈ സർവകലാശാലയുടെ പഠനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നൈപുണ്യ വികസനം ഇപ്പോൾ ഉള്ള തൊഴിലിൻ്റെ സാധ്യത പരിശോധിച്ച് പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളില്ലെങ്കിൽ ഏതൊരു മേഖലയിലാണോ തൊഴിൽ വേണ്ടത് അവിടെ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ വൈജ്ഞാനിക മിഷൻ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അത് കൂടുതൽ ശക്തമായി കേരളത്തിൽ തുടരാനാണ് ശ്രമിക്കുന്നത്. ഏത് കേസ്? അതൊരു പോരാട്ടത്തിന്റെ ഭാഗമാണത്. ഒരു ആശയപരമായ ഫലം കണ്ടതിന്റെ ഭാഗമായിട്ടല്ലേ ഇത്. ഞാനങ്ങനെ പറയുന്നില്ല. അത് നിങ്ങൾ പരിശോധിച്ചോ ആർക്കാണ് എന്താണ് സംഗതി എന്നൊക്കെ. ഞങ്ങൾ ഇത് വളരെ ഗൗരവമായിട്ട് ആലോചിച്ചെടുത്തിട്ടുള്ള ഒരു നിലപാടാണിത്. ഈ തർക്കങ്ങൾ അവസാനിക്കണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഈ തർക്കങ്ങൾ അവസാനിപ്പിക്കണം. തർക്കങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിയമവിരുദ്ധമായ ചില നടപടികൾ അവിടെ ഗവർണറുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ചിലപ്പോൾ ഗവർണർക്ക് തിരിച്ചഭിപ്രായം ഉണ്ടാവാം. ഗവർണർ അങ്ങനെയുള്ളൊരു നിലപാട് എടുത്തു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഗവൺമെൻറ്റും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥിതിയിൽ മാറ്റം വരുത്തുക. അപ്പോൾ ഇത് ഏതറ്റം വരെ പോകുമെന്നുള്ളതാണ്, ഏതറ്റം വരെ ഇത് പോകാൻ കഴിയുമെന്നുള്ളതാണ് പ്രശ്നം. അത് അങ്ങനെ വിടേണ്ടതല്ല ഉന്നത വിദ്യാഭ്യാസ മേഖല. ഗവർണർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാലും സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ
നില ഉയർത്തിപ്പിടിക്കാൻ. അപ്പോൾ അതിന് സഹായകരമായൊരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അത് ആരുടെയെങ്കിലും വിജയമായിട്ടോ പരാജയമായിട്ടോ വിലയിരുത്തേണ്ടുന്ന ഒരു പ്രശ്നമല്ല. എന്നാൽ അത് വരട്ടെ, നമ്മൾ അങ്ങനെ സങ്കല്പിക്കണ്ട. അത് വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ആലോചിക്കാം. അന്തർധാരയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അന്തർധാരയാണെങ്കിൽ വെറുതെ അല്ലേ? അവരിപ്പം അവരെ ആരോപിക്കാത്ത പ്രശ്നങ്ങൾ ഇപ്പം ഏതൊക്കെയാ? എത്ര കാലമായി അവർ ഈ ആരോപണം ഉന്നയിക്കുന്നത്? എന്നാൽ എന്തെങ്കിലും ഒന്ന് പ്രശ്നം വേണ്ടേ? ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങളൊക്കെ പത്രക്കാരല്ലേ? നിങ്ങളുടെ ഈ അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തുന്നവർ കൂടിയാണല്ലോ. കേരളത്തിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്ക്. വർഗീയതയ്ക്ക് ഇപ്പൊ കേരളം വലിയ അപകടത്തെ നേരിടുകയാണ്. അത് സാമുദായിക വർഗീയമായ ചിന്തകൾ സമൂഹത്തിൽ ശക്തിപ്പെട്ടു വരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ വളർന്നു വന്ന നവോത്ഥാന മൂല്യങ്ങളുടെയും നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും നില വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥയിൽ കേരളത്തെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് കേരളീയ സമൂഹത്തിൽ പുരോഗമനപരമായി ചിന്തിക്കുന്ന എല്ലാവരും ആ ഒരു നിലയിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെയൊന്നും കാണരുതെന്ന്. അതൊരു നിങ്ങൾ ഈ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യമല്ലേ ഉദ്ദേശിക്കുന്നത്? അതൊരു യാദൃശ്ചിക സംഭവമല്ലേ? അത് ഇങ്ങനെയൊക്കെ ഒരു പെരുപ്പിക്കേണ്ട കാര്യം. അതിന് ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാമല്ലോ. ഇങ്ങനെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പിന്നെ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പം കയറ്റിന്ന് വരും. അതങ്ങനെ കാണുകയല്ലാതെ അതൊരു നയപരമായ മാറ്റത്തിനൊക്കെ ഭാഗമായിട്ട് കാണണോ? ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന വിഷയം എന്താന്ന് പറഞ്ഞാൽ, കേരളത്തിലെ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ മുമ്പ്. തലശ്ശേരി കലാപം അതിൻ്റെ ഭാഗമല്ലേ? തലശ്ശേരി കലാപത്തിൽ പള്ളിക്ക് കാവൽ നിന്നിട്ടാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകൻ UK കുഞ്ഞിരാമൻ കൊല ചെയ്യപ്പെട്ടത്. പള്ളിക്ക് കാവൽ നിന്നിട്ടാണ്, അമ്പലത്തിന് കാവൽ നിന്നിട്ടല്ല. അവിടെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഓരോ പാർട്ടിയും എന്തെന്ന് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. RSSന്റെ വെട്ടും കുത്തുമേറ്റിട്ട് നിരവധി ആളുകളുടെ ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരു പ്രസ്ഥാനമാണ് CPIM. കേരളത്തിൻ്റെ പഴയകാല ചരിത്രം എടുത്ത് നോക്കിയാൽ ഇപ്പോഴത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു പാർട്ടിക്ക് എങ്ങനെ RSSുമായിട്ട് അന്തർധാര ഉണ്ടാക്കാൻ കഴിയുക? ഇതൊരു ചെറിയ പ്രശ്നമാണ്. അത് ഒരു തരത്തിലും CPMന്റെ ഏതൊരു പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ്, ഏതൊരു രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്തർധാരയുടെ പ്രശ്നം ഉന്നയിക്കുന്നത്? അതിനൊന്നും ഉന്നയിക്കുന്നത് വെറുതെ അന്തർധാര എന്നിങ്ങനെ പറഞ്ഞു പോകുന്നല്ലാതെ